ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിൻ്റെ മുന്നിൽ ഈ പേപ്പർ പിടിച്ചു ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. ഗീതു ആണെങ്കിലോ ഹമ്പിനും വില്ലിനും അടുക്കുന്നതുമില്ല. എന്തായാലും ഈ സമയത്ത് രാധിക അവിടെ ആകെ ടെൻഷനായിട്ടിരിക്കുക. ഗോവിന്ദിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഗീതുവിൻ്റെ തീരുമാനം എന്താകും എന്നുള്ളൊരിതിൽ. അതുപോലെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ പകച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർക്ക് വേണ്ടി രണ്ട് മനസ്സുകൾ നന്മയും തിന്മയും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്താണ് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ രണ്ടുപേരും ആ ഒരു മുന്നിലെത്തുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ അവിടോ ഇവിടോ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് രാധിക വലിയ ആളായിക്കൊണ്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒരേ മുറിയിൽ ഒന്നിച്ച് 3 മാസം കഴിഞ്ഞിട്ടും നിന്റെ മാനാഭിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഗീതുവിൻ്റെ അരികിൽ വന്ന് ഈ രാധിക ചോദിക്കുക. രാധികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യവും കലിപ്പും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ഇവള് പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഗീതുവിനോട് ഈ രാധിക ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഗീതുവിന് കലിപ്പ് കയറിയിട്ട് മിണ്ടാൻ പോലും ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. മകനെ ചേർത്ത് പിടിച്ച് ഇവൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ കാര്യം കൊണ്ട് കൈയൊഴിഞ്ഞേനെ. പിന്നെ നീ നാട്ടിലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് മാസാമാസം കയറിയിറങ്ങേണ്ടി വന്നേനെ എന്നുള്ള കാര്യങ്ങൾ ഗീതുവിനോട് പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ആകെ ചമ്മലോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവരുടെ വർത്തമാനം കേട്ടിട്ട് വിജയലക്ഷ്മിക്ക് രാധികയെ തല്ലിക്കൊല്ലാനാണ് തോന്നുന്നത്. നിനക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ കണ്ണ? ഇവളുടെ അനിയൻ നമ്മുടെ പ്രിയമോളോട് ചെയ്ത ചതി ഇവളോട് നീ കാണിച്ചില്ല. അതാ നിന്റെ പരാജയവും വിശ്വാസവഞ്ചനയുമായിട്ട് ഇവളിപ്പോൾ കരുതുന്നതെന്ന് പറഞ്ഞപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എനിക്കതൊന്നും കേൾക്കാൻ വില്ലിങ് അല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളങ്ങനെ സത്യസന്ധനാകാൻ ശ്രമിക്കേണ്ട. പണം കൊടുത്ത് എന്നെ കിഷോറിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അപ്പം അതിൽ എനിക്കൊരു മനസ്സറിവില്ലെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞെന്ന് ഗോവിന്ദ് ചോദിച്ചു. ഇവൻ പണം കൊടുത്തെങ്കിൽ തന്നെ അത് നിന്റെ കിഷോറിനെ രക്ഷിക്കാനായിരുന്നു. അല്ലെങ്കിൽ അവൻ നിന്നെ ഗോവയിലെ ഏതെങ്കിലും ലഹരി മാഫിയയ്ക്ക് കിട്ടുന്ന വിലയ്ക്ക് കച്ചവടം ചെയ്തേനെ എന്നുള്ള കാര്യം രാധിക ഗീതുവിനെ പറഞ്ഞറിയിക്കുക. അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ അന്താളിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും ഞാൻ മഹേഷിനെ കണ്ട് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ വളർത്തുമകൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് അയാളാണെന്ന് പറഞ്ഞപ്പം അയാൾ ചെയ്ത സഹായം നീ മറക്കരുതെന്ന് പറഞ്ഞപ്പം മഹേഷ് നിങ്ങളുടെ സഹായി ആയിരിക്കും, എനിക്ക് അയാൾ ആരുമല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, വില കൊടുത്ത് സ്വന്തമാക്കാൻ ഞാൻ ദേവദാസിയൊന്നും അല്ലെന്നും ആരുടെയെങ്കിലും നേട്ടത്തിന് വേണ്ടി തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ തലയിറക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ബലിമൃഗവും അല്ല. നിന്നെ ആര് ബലിമൃഗമാക്കിയെന്നാ? എന്നെ വിൽപ്പനയ്ക്ക് വെച്ചത് നിങ്ങളുടെ ഈ വളർത്തുമകൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നോക്കുക കേട്ടോ ഗീതുവിനെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിജയലക്ഷ്മിയുടെ അപ്പുറം മാറി നിന്ന് ഇതൊക്കെ കേൾക്കത്തൊക്കെ സത്യമാണോ എന്ന് പോലും അവർക്കറിയില്ലല്ലോ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു പക ആളി കത്തുകയാണെന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. ഗീതു എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ എന്താ അല്ലേ എന്നും ചോദിച്ചു ഗീതു അലറി വിളിക്കുന്നു. സ്വന്തം ഭാര്യയെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങിയ ലോകത്തെ ആദ്യത്തെ ഭർത്താവല്ലേ നിങ്ങളെന്ന് ചോദിച്ചപ്പം നിർത്തടി എന്നും പറഞ്ഞ് ഗോവിന്ദൻ അലറി വിളിച്ചു അവിടെ കിടന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ട് രാധിക പേടിച്ചിങ്ങനെ നിൽക്കുവാണേ. നമ്മുടെ ഗീതു അതുപോലത്തെ സംസാരങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയാണ് നിൻ്റെ മനസ്സിലെങ്കിൽ നീ ഇത് കേട്ടോളാൻ പറഞ്ഞു. ഏതെങ്കിലും തെരുവ് പെണ്ണിനെ സ്വന്തമാക്കേണ്ടി വന്നാലും നിന്നെ എനിക്ക് വേണ്ട. നീ ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദ് അങ്ങ് പറയുക. അത് കേട്ടപ്പോൾ രാധികയ്ക്ക് സന്തോഷമായി. അന്നേരം വിജയലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷനാവുക, ഇങ്ങനെ ചിരിക്കുക. അന്നേരത്തേക്കും രാധിക സന്തോഷത്തോടെ ഇത് ഗോവിന്ദ് മാധവൻ്റെ തീരുമാനമാണെന്നുള്ള കാര്യം ഗീതുവിൻ്റെ മുഖത്ത് നോക്കി ഗോവിന്ദൻ അങ്ങ് പറഞ്ഞു. അല്ല, പ്രതിജ്ഞയാണെന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മുടെ ഗീതു അമ്പരന്ന് പോയിട്ടോ. വലിയ ആൾ കളിച്ച് ഇത്രയും നേരം സംസാരിച്ചു, പക്ഷേ ഗോവിന്ദ് ഇങ്ങനെയൊന്ന് എടുത്തു പറയുമെന്ന് ഒരിക്കലും ഗീതു പ്രതീക്ഷിച്ചതല്ല. അപ്പോഴേക്കും അവിടെ സ്വന്തം ചോരയ്ക്ക് ഈ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ ടെൻഷനിലാണ് വിജയലക്ഷ്മി. രാധിക അവിടെ നിന്ന് ചിരിക്കുന്നു, ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് പെണ്ണ് പോയല്ലോ എന്നോർത്ത്. ഇനി
ഇനി നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്നും ഗോവിന്ദൻ ഗീതുവിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. ഈ സമയത്ത് നമ്മുടെ ഗീതു ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുമ്പിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അതും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാധിക ഭയങ്കര ഹാപ്പി ആയിട്ട് ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. പുറത്ത് പോയിട്ട് ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, ഇപ്പം നിനക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ലെന്ന് മനസ്സിലായില്ലേടി ഗീതു എന്ന് രാധിക അന്നേരം ഗീതുവിനോട് ചോദിക്കുന്നു. ഇതും വിജയലക്ഷ്മി കേൾക്കുക. നീ വേഗം ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള ഇതിൽ രാധിക ഇങ്ങനെ ഗീതുവിനോട് പറയുന്നത്. ഗീതു ഇങ്ങനെ ആകെ മരവിച്ച അവസ്ഥയിലിരിക്കുമ്പം, ഇനി എന്തിനാടി നീ കടിച്ച് തൂങ്ങിക്കിടക്കുന്നതെന്ന് ചോദിച്ചു. ഇതിൽ ഒപ്പിട്ട് തന്നിട്ടേ നീ നിൻ്റെ വഴിക്ക് പോകാൻ പറഞ്ഞു രാധിക ഗീതുവിനോട്. ഇത് കേട്ടപ്പോൾ ഗീതു ഇവരെ ഒരു നോട്ടം അങ്ങ് നോക്കി. അപ്പോഴും വിജയലക്ഷ്മി ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുക. ആ സമയം ഗോവിന്ദേട്ടനെ ഇല്ലാതാക്കി എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്കും മോനും സ്വന്തമാക്കണം അല്ലേ എന്ന് ഗീതു ചോദിക്കുവാണ്. അതും വിജയലക്ഷ്മി കേൾക്കുന്നുണ്ട്. തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക രാധിക വിജയലക്ഷ്മി. ഞാൻ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയായിട്ടിരുന്നാൽ നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കില്ലല്ലേ എന്ന് ഗീതു രാധികയോട് ചോദിച്ചു. AGMൻ്റെ അവകാശി ഞാനായിരിക്കും, അതല്ലേ നിങ്ങളുടെ പേടി എന്ന് ഗീതു ചോദിച്ചു. അപ്പോഴേക്കും രാധികയുടെ ഭാവം അങ്ങ് മാറി. അപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് ചിരിയാ വന്നത്. ഇവൾ പേടിച്ചു എന്നുള്ളൊരിതിൽ തളർന്ന് കിടന്നിടത്ത് നിന്ന് നമ്മുടെ ഗീതു എഴുന്നേറ്റ് നിന്നിട്ട്, ഗോവിന്ദേട്ടൻ ജീവിച്ചിരിക്കണം, അതിനു വേണ്ടി മാത്രം ഈ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല എന്നുള്ള കാര്യം നമ്മുടെ ഗീതു രാധികയുടെ മുഖത്ത് നോക്കി പറയുവാണ്. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷമായി. ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കും. എത്ര നേരം രാധിക ചിരിച്ചു, ആ സമയത്ത് അവർ പേടിച്ചു. പക്ഷെ ഇപ്പോൾ രാധിക പേടിച്ചു, അവർ ചിരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ കൊല്ലണമെന്ന് ഗീതു രാധികയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ നേർക്ക് നേരെ നിന്നുകൊണ്ട് രാധികയും ഗീതുവും വെല്ലുവിളിക്കുമ്പോൾ, അവന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞില്ലേ, ഇനി നിന്റെ കാര്യത്തിൽ കണ്ണന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നുള്ള കാര്യം രാധിക പറയാം. എന്നിട്ട് ഗീതുവിനെ കെട്ടിപ്പിടിച്ച്, നീ ഇതിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അടയ്ക്കേണ്ട ബാക്കി തുക 20,38,000 രൂപ നീ അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ രാധിക. അപ്പോഴേക്കും ഗീതു ഒന്ന് പേടിച്ചു. 1 രൂപ പോലും ഞങ്ങൾ അടയ്ക്കില്ല, ഇത്രയും തുക നീ എവിടുന്ന് കൊടുക്കും എന്നുള്ള കാര്യം നമ്മുടെ രാധിക ഗീതുവിനോട് ചോദിച്ചു. ഗീതു അന്നേരം ഇങ്ങനെ ഒന്ന് അമ്പരന്നു കേട്ടോ. ഗീതു ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ സ്വയം വിൽപ്പനയ്ക്ക് വെച്ചാലും നിനക്ക് ഇത്രയും പണം കിട്ടില്ല എന്ന് പറഞ്ഞു തരം താഴ്ന്ന രീതിയിലൊക്കെ സംസാരിക്കുക. ഇതൊക്കെ സ്വന്തം അമ്മ അവിടെ നിന്ന് കേൾക്കുകയാണെന്നുള്ളത് ഈ പൊട്ടിമറിയ കാണുന്നില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മ ഇങ്ങനെ കലിപ്പോടുകൂടി നിൽക്കുന്നു. നീ ഡിവോഴ്സിന് തയ്യാറായാൽ ട്രീറ്റ്മെൻറ്റ് ചിലവ് മാത്രമല്ല, നിനക്ക് മുൻപോട്ടുള്ള തുക കൂടി നഷ്ടപരിഹാരമായി തരാമെന്നുള്ള കാര്യവും രാധിക ഗീതുവിനോട് പറഞ്ഞു. ഗീതു ഇങ്ങനെ നോക്കുക, ഈ പുള്ളിക്കാരി എന്തൊരു ജന്മമാണെന്നോർത്ത് അങ്ങനെ നോക്കി നിൽക്കുന്നു. പക്ഷേ ഇവർ കുറേ ഡിമാൻഡൊക്കെ വെച്ചെങ്കിൽ നമ്മുടെ ഗീതു ഒന്നും മിണ്ടുന്നില്ല. ആ പേപ്പർ എന്നിട്ട് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞ് രാധിക അങ്ങ് പോയി. ഗീതു ആ പേപ്പറും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ സമയം ഈ പേപ്പറുമായി നിൽക്കുന്ന ഗീതുവിൻ്റെ അരികിലേക്ക് നമ്മുടെ വിജയലക്ഷ്മി വന്നു. അതായത് രാധിക ഇറങ്ങി പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ അരികിലേക്ക് വന്ന് ആ പേപ്പർ മേടിച്ചിങ്ങനെ നോക്കുക. ആ പേപ്പർ പിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുവാണേ. ഈ സമയം ആ പേപ്പർ ആ അമ്മ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞ് ഗീതുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഗീതുവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇത് നിൻ്റെ 2ാം ജന്മമാണെന്നും ഇവിടെ നീ തോറ്റു പോകരുതെന്നും പറഞ്ഞു. ഇവിടം മുതൽ നീ ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്നുള്ള കാര്യം ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നു ഗീതുവിന്. അതിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുൻപ് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം ആ അമ്മ പറഞ്ഞു. ഇതൊക്കെ കേട്ടും കണ്ടും ഒക്കെ അന്താളിച്ചിങ്ങനെ നിൽക്കുന്ന ഗീതുവിന് മുന്നിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ആ അമ്മ ഇങ്ങനെ നിൽക്കുന്നു, സ്നേഹവാത്സല്യങ്ങളോടെ. അങ്ങനെ ആ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. ഈ സമയത്ത് മഹേഷും നമ്മുടെ ഗോവിന്ദും കൂടെ സംസാരിക്കുക. അപ്പോൾ ഗീതു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്ത കാര്യം ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒപ്പിട്ടിരുന്നെങ്കിൽ അവൾ ഇന്ന് സ്വതന്ത്രയായേനെ എന്നുള്ള കാര്യവും പറഞ്ഞു. ഗോവിന്ദ് മാധവുമായി അവൾക്ക് പിന്നെ ഒരു ബന്ധവും ഉണ്ടാകില്ല, ശത്രുക്കൾ അവളെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുതടാ, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് മഹേഷ് ഗോവിന്ദിനോട് പറയുക കേട്ടോ. ഗോവിന്ദ് ചിന്തിക്കുന്നത് ഈ രീതിയിൽ. പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അത് ഗീതുവിൻ്റെ കുറിച്ചും ആ ഒരു കാര്യങ്ങളെല്ലാം
ആ നിന്ന് ചിന്തയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മകൻ്റെ അരികിലേക്ക് രാധിക വന്നു. നീ എന്തിനാ കണ്ണാ ടെൻഷൻ അടിക്കുന്നേ? അവളെക്കുറിച്ച് ഓർത്താണോ? അവളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. തിരിച്ച് അതേ നിലവാരത്തിൽ തന്നെ നമ്മൾ പെരുമാറിയാലേ അവൾക്ക് മനസ്സിലാകുമെന്ന് രാധിക പറയുമോ ഗോവിന്ദിനോട്. ഗീതു ഇന്ന് പെറ്റീഷൻ സൈൻ ചെയ്യുമെന്നും നാളത്തെ ഫ്ലാഷ് ന്യൂസ് AGM ചെയർമാൻ ഗോവിന്ദ് മാധവൻ്റെ വിവാഹമോചനം തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം രാധിക ഗോവിന്ദിനോട് പറയാം. ഇത് കേട്ടപ്പോൾ മനസ്സോടെ ഓടിയാണെങ്കിലും ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക അവിടെ. നിങ്ങൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു എന്നുള്ള വാർത്ത എല്ലാ ചാനലിലും അതുപോലെ പത്രങ്ങളിലും വരണമെന്നുള്ള കാര്യങ്ങളും രാധിക ഗോവിന്ദിനോട് പറയണം. ഇതൊക്കെ കേട്ട് മഹേഷ് അമ്പരപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. നിനക്ക് ഒരു ടെൻഷനും വേണ്ട കണ്ണ, ഈ ബന്ധം അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഗുണത്തിനാണ് എന്ന് നീ കരുതിക്കോളാൻ പറഞ്ഞു രാധിക ഗോവിന്ദിനോട്. ഞാൻ അങ്ങനെ കരുതിക്കോളാം അമ്മയെന്നും പറഞ്ഞ് നിൽക്കുക. ഡിവോഴ്സിലൂടെ ഗീതു രക്ഷപ്പെടുമെന്നും എൻ്റെ ശത്രുക്കൾക്ക് അതോടെ അവൾ ശത്രുവല്ലാതായി മാറുമെന്നും അവൾ സുരക്ഷിതമായി കഴിയട്ടെ എന്നും ഗോവിന്ദ് പറയാം. പിന്നെ അവളെ എവിടെയെങ്കിലും ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക രാധിക. ഗീതുവിനെ ഒഴിവാക്കിയിട്ട് പോകാൻ നിനക്ക് കഴിയുമോ എന്ന് നേരം മഹേഷ് ചോദിച്ചു. ഗോവിന്ദ് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പം എന്തായാലും ഇത്രയും ദിവസം അവൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷമം നിനക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ കണ്ണ. പക്ഷേ ഒരു അതിഥി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ അതിഥി ആ സമയം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയെന്ന് നീ കരുതിയാൽ മതി എന്ന് രാധിക കൂളായിട്ട് ഗോവിന്ദിനോട് പറയുക. ഇവർ തമ്മിൽ വേർപിരിയുന്നു, അതുമാത്രമാണ് ഇനി സത്യം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ആ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ രാധിക ഇങ്ങനെ ഭയങ്കര കലിപ്പോട് കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഭയങ്കര കലിപ്പോട് കൂടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തോടെ. അങ്ങനെ ഗോവിന്ദും അതുപോലെ രാധികയും മഹേഷും കൂടി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗീതുവിൻ്റെ ആ ഒരു കാര്യം ആ നേഴ്സ് അവിടെ വന്നിട്ട് പറയാം, ഗീതുവിൻ്റെ ബില്ല് അടച്ചു എന്നുള്ള കാര്യം. ഇത് കേട്ട് ഞെട്ടലോടെ ഇവർ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ എങ്ങും ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഗീതുവും ഇല്ല, ആരുമില്ല. അങ്ങനെ ഗീതു അവിടെ നിന്ന് പോയി. ആ ഡിവോഴ്സ് പേപ്പർ അവിടെ കിടപ്പുമുണ്ട്. അപ്പോൾ നേഴ്സും ഇവിടെ നിൽപ്പുണ്ട്. ഗീതു എവിടെയാണ് അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അവൾ ആരോടൊപ്പമാണ് പോയതെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പം അവൾ ഇവിടെ നിന്ന് പോയിട്ട് അധികം നേരമായിട്ടില്ല. മഹേഷിനോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യം രാധിക ഗോവിന്ദിനോട് പറയാം. ഇവിടെ നിന്നൊരു പേഷ്യൻ്റ് പുറത്ത് പോയിട്ടെന്ന് അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞപ്പം ബില്ലടച്ച സ്ട്രിപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതും വാങ്ങി ഞാൻ ആദ്യം വന്നത് നിങ്ങളുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കേണ്ട. ഗീതു മിസ്സിങ് ആണെന്നും അവളെ കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്നൊക്കെ ഈ രാധിക പറയുക. ഇതൊക്കെ കേട്ട പാവ നേഴ്സ് പേടിച്ച് നിൽക്കുവാണേ. ഗീതുവിന് വേണ്ടി ഇത്രയും വലിയൊരു തുക അടച്ചത് ആരാണെന്ന് അറിയില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പം അതറിയണമെങ്കിൽ ക്യാഷ് കൗണ്ടറിലെ CCTV ഫുട്ടേജിൽ നോക്കണമെന്ന് ആ നേഴ്സ് അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുക. ഗോവിന്ദ് നേരെ അങ്ങ് പോയി. ഗോവിന്ദ് പുറത്തിറങ്ങി ചെന്നപ്പോൾ ആ ഒരു ന്യൂസ് അതിവർ അറിഞ്ഞു ഞെട്ടലോടെ, ആരാണ് ബില്ല് അടച്ചത് എന്നുള്ള ന്യൂസ്. അത് കേട്ടും കണ്ടും കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അന്താളിപ്പ് ഒന്നുകൂടി കൂടി. അപ്പോൾ ഗീതുവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇവിടെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു തുകയും ബില്ലടിച്ച് ഗീതുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് വിജയലക്ഷ്മിയാണ്. അവൾ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യമെന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ അവിടെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു. ഇന്നലെ തന്നെ ബില്ലടച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രഹരം നമുക്ക് കിട്ടില്ലായിരുന്നു എന്ന് ഗോവിന്ദ് അന്നേരം പറഞ്ഞു. ഇത്രയും വലിയൊരു എമൗണ്ട് ഗീതുവിന് വേണ്ടി അവർ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ വിജയലക്ഷ്മിയും ഗീതുവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മഹേഷ് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് മറുപടിയില്ല. രണ്ടുപേരും കൂടെ ബപ്പപ്പാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഗീതുവിൻ്റെ കാര്യം സേഫായി, നമ്മൾ ഇന്ന് തന്നെ മടങ്ങി പോവുകയാണെന്ന് ഗോവിന്ദൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.